കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൻ്റെ നല്ല പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് മറ്റൊരു ഗാനത്തിൻ്റെ പശ്ചാത്തലവുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ക്രൂശിൻ്റെ സാക്ഷിയായ ദീർഘവർഷങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതനായ കർത്തൃദാസൻ CV താരപ്പൻ എന്ന കർത്താവിൻ്റെ ദാസൻ്റെ തൂലികയിൽ നിന്ന് ക്രൈസ്തവ ഗാന കൈരളിക്ക് സംഭാവന ചെയ്യപ്പെട്ടിട്ടുള്ള അമൂല്യ ഗാനശേഖരങ്ങളുടെ കൂട്ടത്തിലെ ഒന്നാണ്. ഇന്ന് അനേക വിവാഹ വേദികളിലും കൺവെൻഷൻ വേദികളിലും നാം പാടി കേൾക്കുകയും ആശ്വാസം പ്രാപിക്കുകയും ചെയ്യുന്ന കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ എന്നുള്ളതായ ഗാനം. തൃശ്ശൂർ ജില്ലയിലെ പെങ്ങാമുക്ക് ഗ്രാമത്തിൽ വറീദിൻ്റെയും ആച്ചിയമ്മയുടെയും മകനായി 1886 ഒരു പുരാതന കുടുംബമായ ചെറുവത്തൂർ വീട്ടിൽ CV താരപ്പൻ ജനിച്ചു. ലളിതമായ ജീവിതം, സാധാരണ നാട്ടുതൊഴിലുകൾ ചെയ്ത് തൻ്റെ ഉപജീവന മാർഗം താൻ കണ്ടെത്തി. വേദപുസ്തക വായനയും സുവിശേഷ സത്യങ്ങളിലേക്ക് നയിച്ചു. എതിർപ്പുകൾ വകവയ്ക്കാതെ അറിഞ്ഞ സത്യത്തിനായി മുൻപോട്ടിറങ്ങി. ലജ്ജ കൂടാതെ പ്രസംഗിച്ചു. സിംഹഗർജനം പോലെ ആ ശബ്ദം അലയടിച്ചു. പരിശുദ്ധാത്മാവ് കൂടെ ഇരുന്ന് പ്രവർത്തിച്ചു. അത്ഭുതങ്ങൾ നടന്നു. അനേക രോഗികൾ സൗഖ്യമായി. അനേക പ്രിയപ്പെട്ടവർ താരപ്പനോട് ചേർന്ന് കർത്താവിനെ ആരാധനിക്കാനായി കടന്നു വന്നു. സുവിശേഷ കൂടാര ക്രിസ്തീയ സഭ എന്ന പേരിൽ ഒരു സഭ സ്ഥാപിച്ചു. കുന്നംകുളത്തും സമീപ പ്രദേശങ്ങളിലും ഇന്നും ഈ സഭകളിൽ പല ദൈവമക്കൾ ദൈവത്തെ ആരാധിച്ചു വരുന്നു. ഉത്സവം, പെരുന്നാൾ മുതലായ ആൾക്കൂട്ടം എവിടെ കണ്ടാലും പരസ്യയോഗം നടത്തി സുവിശേഷം അറിയിക്കുകയും തന്നിമിത്തം വളരെയധികം ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. ആധുനിക ലോകം അതിനെ അധികപ്പറ്റായി എണ്ണിയാലും അറിഞ്ഞ സത്യം ആയിരങ്ങളെ അറിയിക്കുന്നതിൽ CV താരപ്പൻ അധൈര്യപ്പെട്ടിരുന്നില്ല. വിശ്വാസത്തിനായി പോരാട്ടം കഴിച്ച തൻ്റെ സഹോദരിമാർ പലരും ഉണ്ടായിരുന്നു. കുഞ്ഞിച്ചേടത്തി അവരിൽ ഒരാൾ മാത്രമായിരുന്നു. ആരാധനയിൽ പങ്കെടുത്തെന്ന ഏക കാരണത്താൽ അവരെ ഒരു മുറിയിൽ പൂട്ടിയിട്ടു. ചങ്ങല കൊണ്ട് കാലിൽ ബന്ധിച്ച് ദാരുണമായി ഉപദ്രവിച്ച് പട്ടിണിക്കിട്ട് കഷ്ടപ്പെടുത്തി. മുറിയുടെ ചുവർ തുറന്ന് ദ്വാരമുണ്ടാക്കി മലമൂത്ര വിസർജനം ചെയ്തു. സ്വന്തം വീട്ടിൽ സ്വന്തം മാതാപിതാ സഹോദരങ്ങളുടെ വിരോധത്തിനിരയായി. ആ ചങ്ങലയിൽ കിടക്കുന്ന സഹോദരിയെ ഓർത്തുകൊണ്ട് CV താരപ്പൻ ആത്മാവിൽ നിറഞ്ഞു പാടിയ ഗാനമാണ് കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ, ആയാറിൽ നീ കണ്ടിടും ദൂതാസനകളെ, അവരുടെ നടുവിലെൻ പ്രിയനെ കാണാം മേഘത്തിൽ. ബന്ധനമോ പല ചങ്ങലയോ ഉണ്ടാകാം ഭൂവിൽ, അതിലൊരു നാളും തളരാതെ പാർത്താലതു ഭാഗ്യം. വ്യാകുലയായവളെ പ്രാവേ ബാക്കായാണിവിടെ, കുതൂഹലമോടൊരു നാളിൽ നീ പാടിയിടും വേഗം. അതെ പ്രിയരെ, കർത്താവിൽ പ്രിയരെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ഗാനം തൻ്റെ അനുഭവത്തിൽ നിന്ന് അങ്ങനെ പാടിയ ഒരു ഗാനമാണ്. ക്രിസ്തീയ വേല നിമിത്തം വേദപുസ്തകം എടുത്തതിൻ്റെ പേരിൽ, സുവിശേഷത്തിനോട് ഇറങ്ങിത്തിരിച്ചതിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള നിന്ദകളോ പരിഹാസങ്ങളോ ആക്ഷേപങ്ങളിലൂടെയോ നിങ്ങൾ കടന്നു പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിന്ദകളില്ലാത്ത, പരിഹാസങ്ങളില്ലാത്ത, ദുഷികളില്ലാത്ത ഒരു നല്ല നാട് നമുക്ക് വേണ്ടി ഉയരത്തിലുണ്ട് എന്നുള്ള സത്യം നമ്മെ പലപ്പോഴും പ്രതികൂലങ്ങളെ അതിജീവിച്ച് മുൻപോട്ട് പോകുവാനായിട്ട് പ്രാപ്തരാക്കുന്നു. അതുകൊണ്ട് പ്രതികൂലങ്ങളിൽ തളരാതെ, നിന്ദയുടെ മുൻപിൽ തളരാതെ, ആക്ഷേപത്തിൻ്റെ മുമ്പിൽ തളരാതെ നമ്മളെ ഏൽപ്പിച്ച ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിപ്പാൻ സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.